കുറ്റകൃത്യങ്ങളുടെ സമഗ്ര ചിത്രമായ കാക്കിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വയനാട് കൽപ്പറ്റയിൽ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വനവാസി യുവാവിന്റെ മരണത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് കുടുംബം. മരിച്ച ഗോകുലിന് പ്രായപൂർത്തിയായിട്ടില്ലെന്നും മരിച്ച വിവരം പോലീസ് അറിയിച്ചിട്ടില്ലെന്നും കുടുംബം ആരോപിച്ചു. ഗോകുലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്ന് ബന്ധുക്കൾ. ഗോകുലിന് പ്രായപൂർത്തിയായിട്ടില്ലെന്നും മരണവിവരം പോലീസ് മറച്ചുവെച്ചു എന്ന് തുടങ്ങി ഗുരുതര ആരോപണമാണ് കുടുംബം പോലീസിനെതിരെ ഉന്നയിക്കുന്നത്. രാവിലെ ഒരു 6:45 വിളിച്ചിട്ട് അവർ ആധാറും റേഷൻ കാർഡ് എടുത്തിട്ട് കൂട്ടിപ്പോകാൻ പറഞ്ഞിട്ടാണ് വിളിച്ചിരിക്കുന്നത്. സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഒരു 11:15 ഞങ്ങൾ അറിയണ ഈ മരിച്ചതിൻ്റെ വിവരം. ആ സ്റ്റേഷനിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളെ ഡീറ്റെയിൽസ് മൊത്തം എഴുതിയെടുത്തിട്ട് പിന്നെ ആശുപത്രി കൊണ്ടുവന്നിട്ടാണ് പിന്നെ ബോഡി കാണിക്കുന്നത്. സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്നൊന്നും കാണിച്ചില്ല. അറിയില്ല എപ്പോഴാണ് മരിച്ചെന്ന് ഞങ്ങൾക്കറിയില്ല. അതൊരു ഈ മാസം കൂടെ കഴിഞ്ഞാലേ 18 തികയുള്ളൂ. പോലീസ് സ്റ്റേഷനിലായതും കൊണ്ട് അതിൽ സംശയമുണ്ട്. അന്വേഷണം വേണം. പരാതി കൊടുക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഗോകുലിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഇക്കഴിഞ്ഞ 27-നാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മുട്ടിലിൽ നിന്ന് കാണാതാകുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കോഴിക്കോട് വെച്ച് ഗോകുലിനൊപ്പം പെൺകുട്ടിയെയും കണ്ടെത്തുന്നത്. ഇരുവരെയും കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തു. പെൺകുട്ടിയെ രാത്രിയിൽ തന്നെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയും ഗോകുലിനെ സ്റ്റേഷനിൽ തന്നെ നിർത്തുകയുമായിരുന്നു. അവിടെ വെച്ചാണ് ഗോകുൽ തൂങ്ങി മരിക്കുന്നത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്നാൽ മരണകാരണം സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയിൽ നടപടിയെടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ജനം, കോഴിക്കോട്. തിരുവനന്തപുരം തിരുവല്ലത്ത് ലഹരിയുമായി ഗുണ്ടാ നേതാവും സംഘവും പിടിയിൽ. വള്ളക്കടവ് സ്വദേശികളായ ഷാജഹാൻ, ആഷിഖ്, മാഹിൻ, വെള്ളയാണി കീഴൂർ സ്വദേശി വേണു എന്നിവരാണ് പിടികൂടിയത്. പ്രതികളിൽ നിന്നും കഞ്ചാവും MDMAയും ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളും എയർഗണ്ണും പോലീസ് പിടിച്ചെടുത്തു. തിരുവനന്തപുരം തിരുവല്ലത്ത് ലഹരിയുമായി ഗുണ്ടാ നേതാവും സംഘവും പിടിയിൽ. ഇന്ന് രാവിലെ 1 മണിയോടെയായിരുന്നു സംഭവം. കാറിൽ ലഹരി പദാർത്ഥങ്ങൾ കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. വള്ളക്കടവ് സ്വദേശികളായ ഷാജഹാൻ, ആഷിഖ്, മാഹീൻ, വെള്ളയാണി സ്വദേശി വേണു എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. പ്രതികളുടെ കയ്യിൽ നിന്നും കഞ്ചാവ്, MDMA, ഹാഷ് ഓയിൽ, എയർഗൺ എന്നിവയും കണ്ടെടുത്തു. തിരുവല്ലം പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വാഹന പരിശോധനയിലായിരുന്നു പ്രതികളെ പിടികൂടിയത്. പ്രതികൾ മുൻപും സമാന കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരാണെന്നും പോലീസ് വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ ആരോപണ വിധേയനായ യുവാവിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. എടപ്പാൾ സ്വദേശി സുഗാന്ത് സുരേഷിനെതിരെയാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത്. കേസിൽ പേട്ട പോലീസും IBയും അന്വേഷണം തുടരുകയാണ്. ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയെ സഹപ്രവർത്തകനായ സുഗാന്ത് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നായിരുന്നു ഉദ്യോഗസ്ഥയുടെ പിതാവിന്റെ വെളിപ്പെടുത്തൽ. ഇതിന്റെ തെളിവുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും പിതാവ് പറഞ്ഞിരുന്നു. സുഗാന്ത് 3.5 ലക്ഷം രൂപയോളം മകളിൽ നിന്ന് തട്ടിയെടുത്തെന്നും ആരോപിച്ചു. ഒളിവിൽ കഴിയുന്ന സുഗാന്തിനെ പിടികൂടാൻ പോലീസ് സംഘം കൊച്ചിയിലും മലപ്പുറത്തും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പിന്നാലെയാണ് പോലീസ് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥയായിരുന്ന 23-കാരി മാർച്ച് 23-നാണ് തിരുവനന്തപുരത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത്. കൊച്ചി വിമാനത്താവളത്തിൽ IB ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശി സുഗാന്താണ് ആത്മഹത്യയ്ക്ക് പ്രേരണയായതെന്നാണ് ആരോപണം. IB പരിശീലന കാലത്താണ് ഇരുവരും അടുപ്പത്തിലായത്. പിന്നീട് പലതവണ ഇയാൾ IB ഉദ്യോഗസ്ഥയിൽ നിന്നും പണം വാങ്ങിയെന്നും ശമ്പളം ഉൾപ്പെടെ പൂർണ്ണമായും സുഗാന്തിന് കൈമാറിയെന്നുമാണ് വിവരം. സുഗാന്തുമായുള്ള അടുപ്പം ഉദ്യോഗസ്ഥ വീട്ടിലറിയിക്കുകയും വീട്ടുകാർ സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിവാഹത്തിൽ നിന്ന് സുഗാന്ത് പിന്മാറിയതോടെ പെൺകുട്ടി മാനസിക സംഘർഷത്തിലായിരുന്നു. തുടർന്നാണ് ജോലി കഴിഞ്ഞ് വരവെ സുഗാന്തിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതിനു ശേഷം ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത്. സംഭവത്തിൽ പേട്ട പോലീസും IBയും അന്വേഷണം തുടരുകയാണ്. ജനം, തിരുവനന്തപുരം. കരുനാഗപ്പള്ളി സന്തോഷ് കൊലപാതകത്തിൽ 7 പ്രതികൾ പിടിയിൽ. കൊട്ടേഷൻ നൽകിയ പങ്കജ് മേനോനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലമ്പലത്ത് നിന്നാണ് പ്രതി പിടിയിലായത്.
27-ന് പുലർച്ചെയാണ് അക്രമി സംഘം സന്തോഷിനെ കൊലപ്പെടുത്തുന്നത്. പിന്നാലെയുള്ള പോലീസ് അന്വേഷണത്തിൽ കൊട്ടേഷൻ നൽകിയത് പങ്കജ് മേനോനാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇയാളുടെ CPM ബന്ധവും പുറത്തു വന്നിരുന്നു. സമുന്നതരായ നേതാക്കളുമായി പങ്കജ് ബന്ധം പുലർത്തിയിരുന്നു. കൊലപാതകത്തിനു പിന്നിൽ ഇരു സംഘങ്ങൾ തമ്മിലുള്ള വൈരാഗ്യമാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. കേസിൽ ആദ്യം അറസ്റ്റിലായത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത രാജപ്പനും വാഹനമെടുത്തു നൽകിയ മനുവുമാണ്. പിന്നാലെ ഹരി, പ്യാരി എന്നിവരും സോനുവും പിടിയിലായി. വിവിധ സ്ഥലങ്ങളിൽ നിന്നുമാണ് ഇവർ പിടിയിലായത്. അതേസമയം മുഖ്യപ്രതിയായ അലുവ അതുൽ പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞു. നിലവിൽ 7 പ്രതികളാണ് ഇതുവരെ അറസ്റ്റിലായത്. പങ്കജിനെ പിടികൂടുന്നതിന് മുൻപ് പ്രദേശത്തെ പ്രാദേശിക CPM നേതാവിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. പിന്നാലെ കല്ലമ്പലത്ത് നിന്ന് പങ്കജ് പിടിയിലായി. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള 4 പേരും പ്രതികളെ സഹായിച്ച 2 പേരും കൊട്ടേഷൻ നൽകിയ ഒരാളുമാണ് ഇതുവരെ അറസ്റ്റിലായത്. മുഖ്യപ്രതിയായ അലുവ അതുലും കാർ ഓടിച്ച സാമുവലുമാണ് ഇനി പിടിയിലാകാനുള്ളത്. ജനം, കൊല്ലം. ആലപ്പുഴയിൽ വൻ ലഹരി മരുന്നുവേട്ട. 2 കോടി രൂപ വിലമതിക്കുന്ന 3 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് എക്സൈസ് പിടികൂടി. യുവതിയടക്കം 2 പേരെ അറസ്റ്റ് ചെയ്തു. കണ്ണൂർ സ്വദേശി തസ്ലീമ സുൽത്താന, ആലപ്പുഴ മണ്ണാഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവരാണ് പിടിയിലായത്. താരങ്ങൾക്കടക്കം സിനിമാ മേഖലയിലെ പ്രമുഖർക്ക് ലഹരി മരുന്ന് കൈമാറിയിട്ടുണ്ടെന്ന് തസ്ലീമ എക്സൈസിന് മുന്നിൽ മൊഴി നൽകി. കഴിഞ്ഞ വർഷം നവംബറിലെ മാത്രം കണക്കുകളിൽ 10 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് ലഹരി മാഫിയ കടത്തിയത്. ഹൈബ്രിഡിൽ സിന്തറ്റിക് ലഹരി കൂടി കലർത്തിയാണ് വിതരണം. വിമാനത്താവളങ്ങളിൽ കസ്റ്റംസും DRIയും നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് പ്രധാനമായും എത്തുന്നത് മലേഷ്യയിൽ നിന്നും തായ്വാനിൽ നിന്നുമാണ്. പ്രത്യേക ഊഷ്മാവിൽ കഞ്ചാവ് പരിപാലിച്ചാണ് ഉൽപാദനം. എക്സൈസും ഹൈബ്രിഡ് കഞ്ചാവ് കേസുകൾ പിടികൂടുന്നുണ്ട്. സേനാബലവും സാങ്കേതിക സൗകര്യങ്ങളും വർദ്ധിപ്പിച്ച് എക്സൈസിനെ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതുണ്ട്. 5 പോലീസ് സ്റ്റേഷൻ പരിധികൾക്ക് ഒരു എക്സൈസ് റേഞ്ചാണുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഫോണിന്റെ CDRും മറ്റു വിവരങ്ങളും പോലീസ് വഴി മാത്രമാണ് എക്സൈസിന് ലഭിക്കുന്നത്. എന്നാൽ ലഹരി ഇടപാടുകൾക്കെതിരെ ശക്തമായി നീങ്ങുകയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ സുനു സി പറഞ്ഞു. റേഞ്ചിന്റെ അധികാരപരിധിയിൽ 4ഉം 5ഉം പോലീസ് സ്റ്റേഷൻ വരെ ഉള്ള സ്ഥലങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. 4-5 പോലീസ് സ്റ്റേഷനുകളുടെ അതിർത്തിക്കുള്ളിൽ ഒറ്റ എക്സൈസ് റേഞ്ചാണ് ഇപ്പോൾ നിലവിലുള്ളത്. റേഞ്ചിൽ മാക്സിമം 15 പേരോളം ഉള്ള സ്റ്റാഫ് മാത്രമാണ് ഉള്ളത്. പക്ഷേ എന്നാലും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയധികം കേസുകൾ കണ്ടെത്താൻ എക്സൈസിന് കഴിയുന്നത്. CDRും മറ്റ് ഡീറ്റെയിൽസും നേരിട്ട് ലഭ്യമാകാനുള്ള നിയമം ഇതുവരെ ആയിട്ടില്ല. ഇപ്പോൾ പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഒരു മൊബൈൽ നമ്പർ കിട്ടിയാൽ തന്നെ അതിനെ ട്രേസ് ചെയ്യാനും അതിൻ്റെ CDR എടുക്കാനും എല്ലാം നമുക്ക് കഴിയുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ലാഗിങ് അതിലുണ്ടാവും. അന്വേഷണത്തിൽ പെട്ടെന്ന് ഇത് കിട്ടിയെങ്കിൽ മാത്രമേ പ്രതിയെ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്ത് പിടിക്കാനുള്ള സാധ്യതയുള്ളൂ. ചതുരക്കട്ടകളായി കടത്തിക്കൊണ്ടുവന്ന് ചെറിയ ഉരുളകളാക്കിയാണ് ഉപയോഗിക്കുന്നവരുടെ കൈകളിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തുന്നത്. കൊറിയറുകളായും ഹൈബ്രിഡ് കഞ്ചാവ് എത്തുന്നുണ്ട്. പോലീസും എക്സൈസും പ്രത്യേകമായി നടത്തുന്ന പരിശോധനകളിലും നിരവധി ലഹരി കേസുകളാണ് പിടിക്കപ്പെടുന്നത്. ജനം, കൊച്ചി. കണ്ണൂർ ന്യൂമാഹിയിൽ അമിതവേഗം ചോദ്യം ചെയ്ത വൃക്കരോഗിയായ ഓട്ടോ ഡ്രൈവറെ ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ച് യുവാവ് ക്രൂരമായി മർദ്ദിച്ചു. പെരിങ്ങാടി സ്വദേശി K രാകേഷിനാണ് മർദ്ദനമേറ്റത്. പ്രതി ചൊക്ലി സ്വദേശി മുഹമ്മദ് ഷബിനെ ന്യൂമാഹി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലപ്പെട്ട രാധാകൃഷ്ണനും പ്രതി സന്തോഷും തമ്മിൽ കഴിഞ്ഞ ദിവസം വാക്കുതർക്കമുണ്ടായതായിരുന്നതായി നാട്ടുകാർ പറയുന്നു. തുടർന്ന് സന്തോഷ് വീട്ടിലേക്ക് പോവുകയും വൈകിട്ടോടെ തോക്കുമായി തിരികെ വരികയുമായിരുന്നു. രാധാകൃഷ്ണന്റെ നെഞ്ചിലാണ് വെടിയേറ്റത്. പോയിന്റ് ബ്ലാങ്കിലായിരുന്നു വെടിയുതിർത്തത്. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൊലപ്പെടുത്തുന്നതിന് മുൻപും ശേഷവും സന്തോഷ് ഫേസ്ബുക്കിലൂടെ രാധാകൃഷ്ണനെതിരെ ഭീഷണി മുഴക്കി. തോക്കുമായി നിൽക്കുന്ന ഫോട്ടോയും ഇയാൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. സംഭവത്തിന് ശേഷം കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് എത്തിയപ്പോഴും യാതൊരു കുസലുമില്ലാതെ പോലീസിനോടൊപ്പം പോവുകയായിരുന്നു പ്രതി. പരിയാരം മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ എത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. വ്യക്തിവൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് ഇയാൾ വ്യക്തമാക്കിയതായാണ് വിവരം. കാട്ടുപന്നി വെടിവെക്കാനായി പഞ്ചായത്തിന് കീഴിലുള്ള ടാസ്ക് ഫോഴ്സിലെ അംഗം കൂടിയാണ് സന്തോഷ്. ജനം, കണ്ണൂർ. ഭൂമി തട്ടിപ്പ് കേസിൽ CPM നേതാവും മുൻ വ്യവസായിയും മന്ത്രിയുമായ എളമരം കരീമിന് അറസ്റ്റ് വാറണ്ട്. മുക്കം കാരശ്ശേരിയിലെ മുക്കം ക്രഷർ ആൻഡ് ഗ്രാനൈറ്റുമായി ബന്ധപ്പെട്ട കേസിൽ കോടതിയിൽ ഹാജരാവാത്തതിനെ തുടർന്നാണ് താമരശ്ശേരി കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. ഭൂമി തട്ടിപ്പ് കേസിൽ കോടതിയിൽ ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് CPM നേതാവും മുൻ വ്യവസായ മന്ത്രിയുമായ എളമരം കരീമിനായി കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്.
ക്രഷർ ഉടമ മൊയ്തീൻ കുട്ടിയുടെ പരാതിയിലാണ് നടപടി. 2009-2011 കാലഘട്ടത്തിൽ ക്രഷർ നടത്താനെന്ന പേരിൽ എളമരം കരീമിന്റെ ബന്ധുവായ നൌഷാദ് പരാതിക്കാരൻ മൊയ്തീൻ കുട്ടിയുമായി ഒരു കരാറുണ്ടാക്കിയിരുന്നു. ഇരുവരുടെയും പേരിലുള്ള സ്ഥലം എളമരം കരീമിന്റെ ബന്ധു സ്വന്തം പേരിലേക്ക് മാറ്റിയെന്നും ക്വാറി തുടങ്ങുകയോ വാങ്ങിയ പണം തിരിച്ചു നൽകുകയോ ചെയ്തില്ലെന്നും ഇതിന് ഇടനിലക്കാരനായി എളമരം കരീം പ്രവർത്തിച്ചെന്നുമാണ് പരാതി. കരീമിന്റെ അടുത്ത് ഒരു പ്രഗത്ഭനായ വ്യക്തിനെ കൊണ്ട് വിളിപ്പിച്ചു. നിങ്ങളെ ഒന്ന് കാണേണ്ടതുണ്ട് മൊയ്തീൻ കുട്ടി അജിക്ക്, എപ്പോ വരണം? അപ്പൊ വെള്ളിയാഴ്ച രാവിലെ വീട്ടിൽ വന്നോളൂ, ഞാൻ തിരുവനന്തപുരത്ത് വെള്ളിയാഴ്ച രാവിലെ എത്തും. എളമരം കരീം പറഞ്ഞു. അങ്ങനെ ചെന്ന് വിട്ടേന്ന് അവിടെ ചെന്നപ്പം കാര്യമൊക്കെ സംസാരിച്ച് ക്രഷറിന് വില നിശ്ചയിച്ച് പകുതിക്ക് 1,10,00,000 രൂപയ്ക്ക് തരാന്ന് ഉറപ്പിച്ചു. അങ്ങനെ ക്രഷർ MD എന്നുള്ള പേരിൽ ക്രഷർ 7 ഏക്കർ സ്ഥലവും ഇവന്റെ പേരിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് ശേഷം പൈസ തരാതെ ഇവൻ വഞ്ചിച്ചു. അത് കരീമിന്റെ അടുത്ത് പിന്നെ പറയുമ്പോ നമുക്ക് ശക്തമായി പറയാം, കർശനമായി പറയാം എന്നൊക്കെ പറഞ്ഞ് അപ്പൊ പിന്നെ ഇത് കള്ളത്തരാണെന്ന് മനസ്സിലായപ്പോ ഞമ്മള് അങ്ങനെ കോടതിയെ കൊടുത്ത് കോടതി കേസെടുത്ത്. 2013 പരാതിക്കാരൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും തുടർന്ന് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം നടത്തുകയും കേസ് എഴുതിത്തള്ളാൻ തീരുമാനിക്കുകയും ചെയ്തതോടെയാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത്. 4 തവണ കോടതിയിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് കോടതി എളമരം കരീമിനായി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജനം, കോഴിക്കോട്. കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മകളും ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി നോബി ലൂക്കോസിന് ജാമ്യം. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് നോബി ലൂക്കോസിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. 28 ദിവസത്തിന് ശേഷമാണ് നോബി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. പ്രതിക്ക് ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട്. ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. ഇതെല്ലാമായിരുന്നു ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ട പ്രോസിക്യൂഷന്റെ വാദം. നോബി ലൂക്കോസ് ഭാര്യയായ ഷൈനിയെ പിന്തുടർന്ന് മാനസികമായി പീഡിപ്പിച്ചതാണ് ആത്മഹത്യ കാരണമായതെന്നാണ് പോലീസ് റിപ്പോർട്ട്. എന്നാൽ കേസിൽ നോബിയുടെ പങ്ക് തെളിയിക്കുന്ന ഒരു തെളിവും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. നോബിയുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് ഷൈനിയുടെ അച്ഛൻ കുര്യാക്കോസും ഹർജി നൽകിയിരുന്നു. എന്നാൽ വിശദമായ വാദത്തിന് ശേഷം നോബിക്ക് കോട്ടയം ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. നിരന്തരമായ മാനസിക പീഡനത്തെ തുടർന്ന് 9 മാസമായി ഭർത്താവിൽ നിന്നും അകന്ന് സ്വന്തം വീട്ടിലാണ് ഷൈനിയും മക്കളും താമസിച്ചിരുന്നത്. ഫെബ്രുവരി 28-ന് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പാറോലിക്കൽ വെച്ചാണ് ഷൈനിയും മക്കളായ അലീനയും ഇവാനയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത്. കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ഇടിച്ചാണ് മൂവരും മരിച്ചത്. ആത്മഹത്യ ചെയ്യുന്നതിന് തലേന്നും നോബി ഫോണിലൂടെ മാനസിക പീഡനം തുടർന്നതായും പോലീസ് റിപ്പോർട്ടിലുണ്ട്. ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ ഡിവോഴ്സ് കേസ് നടക്കുന്നതിനിടെയാണ് ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ. കുടുംബപരമായ പ്രശ്നങ്ങളും ജോലി ലഭിക്കാത്തതും സാമ്പത്തിക പ്രശ്നങ്ങളും ഷൈനിക്കുണ്ടായിരുന്നതായാണ് കണ്ടെത്തൽ. ജനം, കോട്ടയം. പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഫോണിൽ ഭീഷണിപ്പെടുത്തി പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ. മോന്ത അടിച്ച് പൊളിക്കുമെന്ന് പറഞ്ഞാണ് MLA ഭീഷണിപ്പെടുത്തിയത്. സഹോദരിയെ അപമാനിച്ചു എന്നാരോപിച്ചായിരുന്നു സെക്രട്ടറി ജഗദീഷിനെ MLA ഭീഷണിപ്പെടുത്തിയത്. ഹലോ, ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ആണോ? അതെ, ഞാൻ MLA ആണ് വിളിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം വീട്ടിലെ ഒരു മിനിറ്റ് കേൾക്കണോ? വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ചു മോന്ത പൊളിക്കും. സഹോദരിയോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചാണ് ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ ഭീഷണിപ്പെടുത്തിയത്. വീട്ടിലെ സ്ത്രീകളോട് മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ അടിച്ച് മോന്ത പൊളിക്കുമെന്നാണ് MLAയുടെ ഭീഷണി. പഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷ് തന്നെയാണ് MLA വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ ഫോൺ സംഭാഷണം പുറത്തുവിട്ടിരിക്കുന്നത്. വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനായി പഞ്ചായത്ത് ഓഫീസിലെത്തിയ സഹോദരിയെ ലേറ്റ് മാരേജിന്റെ കാര്യവും വിദ്യാഭ്യാസ യോഗ്യതയും പറഞ്ഞ് പഞ്ചായത്ത് സെക്രട്ടറി പരിഹസിച്ചെന്നാണ് MLA ആരോപിക്കുന്നത്. എന്നാൽ MLAയുടെ സഹോദരി അന്നു തന്നെ മാരേജ് രജിസ്റ്റർ ചെയ്ത് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ അത് സാധ്യമല്ല എന്നും മറ്റു രേഖകൾ ആവശ്യപ്പെടുകയാണ് ചെയ്തതെന്നുമാണ് പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത്. കഴിഞ്ഞ ജനുവരി 20-നായിരുന്നു സംഭവം. ജനം, പാലക്കാട്. കേരള യൂണിവേഴ്സിറ്റിയിൽ സംഘർഷം. SFI KSU പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് കൗൺസിൽ സെനറ്റ് തെരഞ്ഞെടുപ്പിന്റെ സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ടായിരുന്നു സംഘർഷം. കാരണമില്ലാതെ SFIക്കാർ മർദ്ദിച്ചു എന്നാണ് KSU പ്രവർത്തകരുടെ ആരോപണം.
സെനറ്റ് തിരഞ്ഞെടുപ്പിന്റെ സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയിൽ KSU SFI സംഘർഷം. KSU ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറടക്കം 4 പേർക്ക് മർദ്ദനമേറ്റതായി പരാതി. ഇവിടെ KSUക്കാർ ആക്രമണത്തിന് ഇരയാകുമെന്ന പോലീസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നിട്ടും യാതൊരു തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇവരെ മർദ്ദിക്കുന്നത് കണ്ട് തടയാൻ ചെന്ന ജില്ലാ പ്രസിഡന്റായിട്ടുള്ള എന്നെ മർദ്ദിക്കുക. അപ്പോൾ പോലീസ് കാഴ്ചക്കാരായിട്ട് നമുക്കറിയാം, നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഇവിടെയുള്ള പ്രവർത്തകരെക്കാൾ 3 ഇരട്ടി പോലീസ് സംവിധാനം ഇന്ന് ഈ സർവകലാശാല വളപ്പിലും പുറത്തുമുണ്ട്. ഇവരൊന്നും നോക്കി നിൽക്കുന്നതല്ലാതെ യാതൊരു തരത്തിലും ഈ ഗുണ്ടകൾക്കെതിരായിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കൗൺസിൽ സെനറ്റ് തെരഞ്ഞെടുപ്പിന്റെ സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ടായിരുന്നു സംഘർഷം തുടങ്ങിയത്. പോലീസ് എത്തി KSU പ്രവർത്തകരെ ഗേറ്റിന് പുറത്തേക്ക് മാറ്റി. പിന്നീട് വീണ്ടും അകത്തേക്ക് കയറാൻ ശ്രമിച്ചതോടെ SFI പ്രവർത്തകരും ഇരച്ചെത്തി. പോലീസ് ഇടപെട്ട് ഇരുഭാഗത്തേക്കുമായി പ്രവർത്തകരെ മാറ്റി. 10-ാം തീയതിയാണ് യൂണിവേഴ്സിറ്റി യൂണിയനിലേക്കും സെനറ്റിലേക്കും തിരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തവണ സെനറ്റിലേക്കുള്ള വോട്ടെണ്ണൽ സംഘർഷത്തിലാണ് അവസാനിച്ചത്. ആ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്താണ് കോടതി മേൽനോട്ടത്തിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജനം, തിരുവനന്തപുരം. കണ്ണൂർ മട്ടന്നൂരിൽ ഓൺലൈനിലൂടെ പശു വിൽപ്പനയുടെ പേരിൽ തട്ടിപ്പ്. മട്ടന്നൂർ കുമ്മനം സ്വദേശി അഷറഫിന് 1 ലക്ഷം രൂപ നഷ്ടമായി. സംഭവത്തിൽ കണ്ണൂർ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പശുവിനെ വിൽപ്പനയ്ക്കുണ്ടെന്ന യൂട്യൂബ് പരസ്യം കണ്ടാണ് അഷറഫ് വീഡിയോയിലുള്ള നമ്പറിൽ ബന്ധപ്പെട്ടത്. 10 പശുക്കളും 2 എരുമയും അടക്കം 5.60 ലക്ഷം രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചു. രാജസ്ഥാൻകാരനാണെന്ന് പറഞ്ഞ സംഘവുമായി കച്ചവടം ഉറപ്പിച്ചത് വാട്സപ്പിലൂടെ. അഡ്വാൻസായി ആവശ്യപ്പെട്ടത് 1 ലക്ഷം രൂപയാണ്. ബില്ല് ലഭിച്ചതോടെ അഷറഫ് അഡ്വാൻസ് തുക നൽകി. എന്നാൽ പിന്നെയും പണം ആവശ്യപ്പെട്ടതോടെയാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. സംഭവത്തിൽ കണ്ണൂർ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പല നമ്പറുകളിലായി വലിയ സംഘമാണ് ഓൺലൈൻ പശു വിൽപ്പനയുടെ പേരിലുള്ള തട്ടിപ്പിന് പിന്നിലുള്ള ാണ് പോലീസിനും ലഭിച്ച വിവരം. ജനം, കണ്ണൂർ. പേരൂർക്കടയിലെ അലങ്കാര ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരി വിനീതയെ കൊലപ്പെടുത്തിയ കേസിൽ വിധി ഈ മാസം 10-ന്. കേസിൽ അന്തിമവാദം പൂർത്തിയായി. 2022 ഫെബ്രുവരിയിലാണ് സംഭവം. തമിഴ്നാട്ടുകാരനായ രാജേന്ദ്രനാണ് പ്രതി. വഖഫ് ഭേദഗതി ബില്ല് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ അവതരിപ്പിച്ചു. ബില്ലിൽ പാർലമെന്റിൽ ചർച്ച പുരോഗമിക്കുന്നു. തത്സമയം. प्राचीन मंदिरों का हिफाजत होगी, मस्जिदों की नहीं होगी. अब सर आप आ जाइए, अगर डिस्प्यूट मेरा एंशिएंट मॉन्यूमेंट से वक्फ का एक मिसाल दे रहा हूं. दिल्ली में 172 वक्फ प्रॉपर्टीज ASI कंट्रोल में है. मैं तो हार ही गया वो, क्योंकि मेरे पास डॉक्यूमेंट नहीं है. आप कह रहे हैं कि डॉक्यूमेंट चढ़ाओ. अगर मेरा गवर्नमेंट से डिस्प्यूट चल रहा है, मैं तो क्लेम ही नहीं कर सकता, क्योंकि आप जज बनेंगे, आप ही फैसला करेंगे. और जब तक आप फैसला नहीं करते वो वक्फ की प्रॉपर्टी नहीं होगी. वो प्रोविजन डाल दिया आपने. अच्छा, अगर मेरा डिस्प्यूट एनक्रोचर से होगा सर, तो एनक्रोचर में तो आपने तो 107 को डिलीट कर दिया. आप रातों रात काबिज को, एनक्रोचर को मालिक बना रहे हैं. सर मैं ये पूछना चाहता हूं आपके जरिए हुकूमत से, एक मुंबई में एक बहुत बड़े दौलतमंद है, खोजा बरादरी का यतीम खाना था. उन्होंने 2004 या 5 में 22 करोड़ में खरीद लिया. वो केस सुप्रीम कोर्ट में. क्या आप उनको मालिक बनाना चाहती हैं लिमिटेशन एक्ट अप्लाई करके? हमको बताइए, हम जानना चाह रहे हैं. और सच्चर कमेटी ने सर 2007 में कहा कि दिल्ली के 123 प्रॉपर्टीज की मार्केट वैल्यू 6000 करोड़ की. आज हम 2025 में आ गए. क्यों आप उन प्रॉपर्टीज के खिलाफ पड़े हुए? 1976 में उस वक्त के वजीर आजम इंदिरा गांधी लेटर लिखा, इसको आप दे दीजिए, मगर आप उसको मानने को तैयार नहीं है. तो सर और एक जो झूठ फैलाया जा रहा है, मैनेजमेंट, एम्पावरमेंट, एफिशिएंट डेवलपमेंट. सर दिस बिल टेक्स एनी मैनेजमेंट फ्रॉम द हैंड्स ऑफ मुस्लिम्स, disempowers the waqf in comparison to any other stakeholder, takes away the efficiency of administration and hampers development. Waqf disempowerment in the name of efficiency, inefficiency is being created. The progress of development from pre-independence till today sought to be destroyed. सर अभी हमारे होम मिनिस्टर साहब ने फजल पुकाया केस का जिक्र किया. सर मैं आपसे गुजारिश करूंगा कि होम मिनिस्टर जरा अच्छे लोगों को रखकर इंफॉर्मेशन ले. फजल पुकाया का ऑबिटर क्या है? इट इज ऑबिटर. वो रेशो डेसेंडेंटाई नहीं है जो आपने कहा है. अच्छा सर, शेड्यूल ट्राइब के बारे में कहा. क्या शेड्यूल ट्राइब में मुसलमान नहीं होते? शेड्यूल कास्ट में नहीं होता मुसलमान. शेड्यूल ट्राइब में मुसलमान होता तो क्या आर्टिकल 25 मेरा चला गया, आर्टिकल 26 चला गया, आर्टिकल 14 चला गया, 15 चला गया, 29 चला गया? लक्षद्वीप का एक मुसलमान MP है, क्या उसको राइट नहीं है क्योंकि ट्राइबल है? क्या कह रहे हैं आप? इस ऐवान को क्यों गुमराह कर रहे हैं आप शेड्यूल ट्राइब के नाम पर? सर
और एक चीज जो आपको बता रहा हूं सर, अब आप जब आर्टिकल 26 से मेरा सोर्स है, तो आप सेंट्रल वक्फ काउंसिल में 22 में से 10-11 आप नॉन मुस्लिम को बना सकते हैं। रिलीजन न्यूट्रल आपने कह दिया, और आप बनाएंगे, क्यों बनाएंगे आप? स्टेट वक्फ बोर्ड में 7 नॉन मुस्लिम होंगे और 4 मुसलमान क्यों होंगे? क्योंकि आप लॉ में 95 में डायरेक्ट मैनेजमेंट में ले सकते हैं 5 साल के लिए। आप वक्फ यूजर को आप कलेक्ट डिस्ट्रिक्ट ऑफिसर बोलेगा ये वक्फ की प्रॉपर्टी नहीं है, तो वो वक्फ बोर्ड खामोश बैठ जाएगा, कुछ एक्शन ही नहीं लेगा, क्योंकि वो आपके प्यादे हैं। अच्छा, जब आप नॉमिनेट करेंगे सर मैं मोदी गवर्नमेंट के खिलाफ नो कॉन्फिडेंस ला सकता हूं, मगर वक्फ बोर्ड का चेयरमैन जो नॉमिनेट होगा उसके खिलाफ नो कॉन्फिडेंस नहीं ला सकते, हम बिल्कुल नहीं ला सकते। क्या मजाक है बताइए आप? ये डेमोक्रेसी है। नॉमिनेट भी स्टेट गवर्नमेंट करेगी, वो अगर डिक्टेटर बन जाएगा जैसा आज भारत में हो रहा है, तो वो भी नहीं हटेगा। कम से कम यहां पर तो इलेक्शन है, वहां पर तो आप 5 साल झेलते रहो उसको। अच्छा सर, अब ये जो क्लॉज 11 और क्लॉज 9 आप 16AA से देखिए, वेयर द क्वालिफिकेशन ऑफ द मेंबर्स ऑफ द बोर्ड। വഖഫ് ഭേദഗതി ബില്ല് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ അവതരിപ്പിച്ചു. അതിന്മേലുള്ള ചർച്ചയാണ് ലോക്സഭയിൽ പുരോഗമിക്കുന്നത്. അതാണ് പ്രേക്ഷകർ കണ്ടത്. കാക്കി നാളെ ഇതേ സമയം വീണ്ടും കാണാം. സൈനിങ് ഓഫ് വി വിനീഷ്.